സൂപ്പർ മാർക്കറ്റുകളിൽ പ്രവർത്തന മൂലധനമായി പണം നിക്ഷേപിച്ച് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. കർണാടക ആസ്ഥാനമായ ഇന്നവിറ്റബിൾ മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ പേരിലാണ് നിക്ഷേപ തട്ടിപ്പ് നടന്നത്. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം പലരിൽ നിന്നായി 100 കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് വിവരം. വളാഞ്ചേരി തൊഴുവാനൂർ സ്വദേശി അഷ്റഫിന്റെ പരാതിയിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്തു. ഇടനിലക്കാരും എടയൂർ സ്വദേശികളുമായ ഷറഫ് അലി, നൌഷാദ് ബാബു എന്നിവരെയും ഇന്നവിറ്റബിൾ കമ്പനിയെയും പ്രതികളാക്കിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കർണാടകയിലെ ബൈദ്രഹള്ളിയിൽ ആരംഭിക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മാസം 2500 രൂപ വരെ ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് ഷറഫ് അലിയും നൌഷാദും ചേർന്ന് 2023 മുതൽ പലപ്പോഴായി 9 ലക്ഷം രൂപ വാങ്ങിച്ചെടുത്ത് ലാഭവിഹിതം നൽകാതെ വഞ്ചിച്ചെന്ന് അഷ്റഫ് പരാതി നൽകിയത്. ഒരുപാട് മറ്റുള്ള കടകളും ഒക്കെ ആയിട്ട് ഇവരെ കമ്പനിക്ക് 10-24 കടകളുണ്ട് ഇപ്പോൾ ഓൾറെഡി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ഓരോ 2 മാസം 3 മാസം കൂടുമ്പോൾ പറയും പുതിയ ഉദ്ഘാടനം ഉണ്ട്, അതിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഗുണമുണ്ട് ഇങ്ങനെ ഗുണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിലേക്ക് പ്രചോദനം നൽകിയിട്ട് കൊടുത്തതാണ്. പ്രവാസികളെ ലക്ഷ്യം വെച്ചാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചിരുന്നത്. പ്രവാസികളും സ്ത്രീകളുമാണ് തട്ടിപ്പിന് ഇരകളായവരിൽ അധികവുമെന്നും പോലീസ് പറഞ്ഞു. കബളിപ്പിക്കപ്പെട്ടെന്ന് മനസ്സിലായപ്പോഴാണ് നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തിയത്. കിട്ടുന്നതൊക്കെ കൂട്ടിവെച്ച് ആകെയുള്ള സമ്പാദ്യമായിരുന്ന പണം നിക്ഷേപിച്ചവരടക്കം തട്ടിപ്പിനിരയായിട്ടുണ്ട്. കേരള വിഷൻ, വളാഞ്ചേരി.